പേഴ്സണലി ഒരുപാട് നല്ല മനുഷ്യരെ തന്നിട്ടുള്ള ഒരു സംഭവമാണ് പെപ്പ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ എത്ര പേരാണ് നമ്മളൊരു തോൽവി സംഭവിക്കുമ്പോൾ, നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാത്ത സമയത്ത് നമ്മളൊരു ടീച്ചറിനെ വിളിച്ചറിയിക്കുക. അത് ഭയങ്കര ഒരു എന്താ പറയാ, ഇനി എൻ്റെ ഒരു നേർച്ച പോലെ എനിക്കൊരു ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊണ്ട് ഞാൻ ഷെഹീർക്കൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കണം. ഹായ്, എൻ്റെ പേര് ഹെന്ന. ഞാൻ ഡൽഹി ജാമിയ മിലിയ ഇസ്ലാമിയ എന്നാണ് PG കഴിഞ്ഞത്. സൈക്കോളജിയിൽ MA അപ്ലൈഡ് സൈക്കോളജിയാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോൾ കോഴിക്കോട് MBR ക്യാൻസർ സെൻറ്ററിൽ സൈക്കോ ഓങ്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യാണ്. പെപ്പ് ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് ഫറൂഖ് കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സൂപ്പർ സീനിയർ ജാമിയ മിലിയയിൽ OBC ഫസ്റ്റ് റാങ്ക് ആണ്. അന്ന് OBC ഫസ്റ്റ് റാങ്ക് കിട്ടി ജോയിൻ ചെയ്യുകയും എങ്ങനെയാണ് നമുക്കൊക്കെ അവിടെ പോയി പഠിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ പെപ്പിനെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അങ്ങനെ അവർ പറഞ്ഞു നെക്സ്റ്റ് ഇയർ മുതൽ വന്നോളൂ എന്നുള്ള രീതിയിൽ ഞാൻ UG ഫൈനൽ ഇയർ ആകുമ്പോൾ തന്നെ പെപ്പിൽ ജോയിൻ ചെയ്ത് അവരുടെ സ്റ്റഡി മെറ്റീരിയൽസും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ ലിറ്ററലി ഫോളോ ചെയ്യായിരുന്നു. ഞാൻ യൂഷ്വലി സ്റ്റഡീസിൽ കുറച്ച് ബാക്കായിട്ടുള്ള ആളാണ്. എനിക്ക് പഠിക്കാനായിട്ടൊന്നും അത്ര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയൊന്നും പേഴ്സണലി ഇല്ലാത്ത ഒരാളാണ്. സോ പെപ്പ് എന്താണോ പറഞ്ഞത് അത് അക്ഷരം പ്രതി ഫോളോ ചെയ്യുകയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രിയേറ്റ് ചെയ്ത നോട്ട്സും അവർ പറഞ്ഞതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇന്നും ഞാൻ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോവുകയാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ സൈക്കോളജി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിന്, ഇപ്പോൾ ടീച്ചിങ്ങിനോ ഒരു ക്ലാസ് എടുക്കാനോ എന്തിനു പോവുകയാണെന്നുണ്ടെങ്കിലും പെപ്പിൻ്റെ നോട്ട്സാണ് ഞാൻ ഇപ്പോഴും മറിച്ച് നോക്കുക. എൻ്റെ ബൈബിൾ പോലെയാണത്. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും അതിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എനിക്കത് തുറക്കുമ്പോൾ തന്നെ എൻ്റെ ഫുൾ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന പോലെ ഒരു ഫീലാണ് കിട്ടുക. അപ്പോൾ ആ ഒരു ബേസാണ്, നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുക എന്ന് പറയും. എൻ്റെ ഫൗണ്ടേഷനാണ് പെപ്പ്. അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഓരോ ബ്രിക്കും വെച്ചിട്ട് മേലേക്ക് വന്നിട്ടുള്ളത്. പെപ്പിൻ്റെ ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് പേഴ്സണലി ഒരുപാട് നല്ല മനുഷ്യരെ തന്നിട്ടുള്ള ഒരു സംഭവമാണ് പെപ്പ് എന്ന് പറയുന്നത്. അതിലെനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരാൾ ഷഹീർക്കയാണ്. ഷഹീർക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തൊരു ലൈഫിലൊരു സന്തോഷമുള്ള കാര്യം നടന്നു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഉമ്മ കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും ആദ്യം അറിയിക്കുന്നത് ഷഹീർക്കനെയോ. ഒരു ജോലി കിട്ടിയാൽ, ഒരു എക്സാം പാസ്സായാൽ, എന്തായാലും എക്സാം പാസ്സായാൽ മാത്രമല്ല. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് JRF മിസ്സായി. ഞാൻ നന്നായിട്ട് പഠിച്ച് എഴുതിയൊരു എക്സാമായിരുന്നു. അത് 66% കട്ട് ഓഫ് ഉള്ള സമയത്ത് എനിക്ക് 65.3 ആണ് വന്നത്. ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ ഒരുപാട് കരഞ്ഞ് ഞാൻ ഷഹീർക്കനെ വിളിച്ചു. അപ്പോൾ ഷഹീർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഞാൻ JRF കിട്ടിയെന്ന് പറയാൻ വേണ്ടി വിളിക്കാമെന്നാണ്. പക്ഷെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഷഹീർക്ക കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞു, ഒരു 0.6 മാർക്സ് അല്ല നിൻ്റെ കരിയർ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയ ഒരേ ഒരു ക്വസ്റ്റ്യൻ അതല്ല നിനക്ക് നിൻ്റെ വാല്യൂ. നീ പഠിച്ചത് എന്താണ്, അതല്ലാന്നുണ്ടെങ്കിൽ നീ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതല്ല. അതിന് പകരം നിനക്ക് വേറെ എന്തെങ്കിലും ബെറ്റർ ആയിട്ടുള്ളത് ഉണ്ടാവും. അല്ലെങ്കിൽ നിൻ്റെ ലൈഫിൽ ചിലപ്പോൾ ആവശ്യമില്ലാത്തൊരു സാധനമായിട്ട് JRF മാറിയേക്കാം. കാരണം നീ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വേറൊരു ഫീൽഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അന്ന് എന്നോട് പറഞ്ഞു. ശരിക്കും നമ്മൾ എത്ര പേരാണ് നമ്മളൊരു തോൽവി സംഭവിക്കുമ്പോൾ, നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യാത്ത സമയത്ത് നമ്മളൊരു ടീച്ചറിനെ വിളിച്ചറിയിക്കുക, അതല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ഒരാളെ വിളിച്ചറിയിക്കുക. എനിക്ക് എൻ്റെ ലൈഫിൽ ജയമായാലും പരാജയമായാലും എനിക്കത് അവരറിയണം. ഞാൻ എന്താണ് എന്നുള്ളത് അവരറിയണം. ബിക്കോസ് ഞാൻ എന്തായിട്ടുണ്ടെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്തത് പെപ്പെന്നാണ്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് പെപ്പാണ്. എനിക്കധികം പൊളിറ്റിക്കലി ഒന്നും അത്ര വിവരമുള്ള ആളോ അല്ലാന്നുണ്ടെങ്കിൽ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും അത്ര സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന ഒരാളായിരുന്നില്ല ഞാൻ. അതൊക്കെ എവിടെയോ അല്ലേ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ജാമ്യയിലെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ വേൾഡിലെ തന്നെ പല ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേര്,
ഒരുപാട് സ്റ്റുഡൻസ്, PhD സ്കോളേഴ്സ്, MPhil സ്കോളേഴ്സ്, ഇവരെല്ലാവരും ക്ലാസ് കഴിഞ്ഞിരുന്ന ഒരു ചായയ്ക്ക് ചുറ്റും അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവർ എന്ത് വിഷയം നടന്നാലും അതിൻ്റെ എല്ലാ പേഴ്സ്പെക്റ്റീവ്സും അവിടെ ഉണ്ടാവും. എല്ലാ തരത്തിലുള്ള കോൺവെർസേഷൻസും അവിടെ നടക്കും. എല്ലാവരുടെ ഇൻപുട്സും അവിടെ ആക്സെപ്റ്റബിൾ ആണ്. നമ്മൾ ഒരാളെ ബ്ലെയിം ചെയ്യുക അങ്ങനെയല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെൽത്തി കോൺവെർസേഷൻസ് ഓരോ ചായക്കപ്പിന് ചുറ്റും ജാമ്യയിൽ നടക്കാറുണ്ടായിരുന്നു. അതാണ് ഓക്കെ, ഞാൻ ആസ് എ സിറ്റിസൺ എനിക്ക് ദൂരെ നിന്ന് നോക്കിക്കാണലല്ല, എൻ്റെ പാട്ട് ചെയ്യലും കൂടെയാണ് യഥാർത്ഥ എഡ്യൂക്കേഷൻ എന്ന് എനിക്ക് മനസ്സിലായത് ജാമ്യയിലെത്തിയതിന് ശേഷമാണ്. പിന്നെ എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു സത്യമായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ എങ്ങനെ പഠിക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. സോ എനിക്ക് പഠിക്കാനുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി തന്നത് പെപ്പാണ്. പിന്നെ പതുക്കെ ഞാനത് എൻ്റെ ഒരു സ്റ്റൈലാക്കി മാറ്റുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് ആയിരുന്നു. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കും, ഒരു ആൻസർ ഉണ്ടെങ്കിൽ അത് ടിക്കിട്ട് പോവും, അല്ലാന്നുണ്ടെങ്കിൽ അറിയാത്ത ആൻസർ ആണെന്നുണ്ടെങ്കിൽ ആ ആൻസർ മാത്രം ചെക്ക് ചെയ്ത് പോവും. അതിന് പകരം ഓപ്ഷൻസിലൂടെ പഠിക്കുക എന്നുള്ളതായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ 4 ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഒരു ടോപ്പിക് തന്നെയാണ്. ആ ഓപ്ഷൻ്റെ കീഴിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വായിക്കാനുണ്ടാവും. അങ്ങനെ ഓരോ ഓപ്ഷനെയും പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുമ്പോൾ ഒരു 400ഓളം ടോപ്പിക്സ് കവർ ചെയ്യും. ഇങ്ങനെ നമ്മളെല്ലാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 or 2 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഏരിയാസ് മൊത്തം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കത് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ഒരു ടെക്നിക്സും അങ്ങനെ എനിക്കെല്ലാം പറഞ്ഞു തന്നത് പെപ്പ തന്നെയാണ്. അങ്ങനെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ ഷെയർക്കാരന് ചിലവ് വേണമെന്ന്. അപ്പോൾ ചെന്നൈയിൽ അവസ്ഥയാണ്, പൈസ ഒന്നും ഉണ്ടാവില്ല, ലൈക്ക് നമുക്ക് സ്റ്റൈപ്പൻഡ് ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് നല്ല സ്ട്രഗിളാണ് ചെന്നൈയിൽ ജീവിക്കാൻ. അപ്പോൾ ഞാനിത് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിലൊന്നുമില്ല ഷഹീർക്ക പറഞ്ഞപ്പോൾ എനിക്ക് ഷഹീർക്ക പൈസ അയച്ചു തന്നിട്ട് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, ഇനി എൻ്റെ ഒരു നേർച്ച പോലെ എനിക്കൊരു ജോലി കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊണ്ട് ഞാൻ ഷഹീർക്കൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കണം. ലൈക്ക് നമ്മൾ ഭയങ്കര, എനിക്കറിയില്ല, എനിക്ക് അത്രയും എൻ്റെ ഫാമിലിയാണ്. എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഞാൻ പറഞ്ഞില്ല എനിക്ക് അറിയില്ല, ഞാൻ എവിടെ എത്താമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ പെപ്പിൽ വന്നിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ടേണിങ് പോയിൻറ്റ്സും നമ്മൾ എവിടെ എത്തണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്കാരും നമ്മുടെ വഴി കൂടെ എന്നാൽ ഇത് ചെയ്തോ, ഇതുണ്ടെങ്കിൽ നിനക്ക് നല്ലതാവും, അങ്ങനെ ആരും ഒരു പോയിന്റിന് ശേഷം പറഞ്ഞു തരില്ല. മേ ബി +2 വരെയൊക്കെ വീട്ടുകാർ അങ്ങനെ ചെയ്യുമായിരിക്കും. അതിനുശേഷം നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ലൈഫിലെ ടേണിംഗ് പോയിൻറ്റ്സ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു പോയിൻ്റായിരുന്നു എനിക്ക് പെപ്പ്. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ ബാക്കിയെല്ലാം സ്മൂത്തായിട്ട് നടന്നോളും. ഞാൻ എവിടെയും അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് എത്തി അങ്ങനെയൊന്നും പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഒരു 16-17 വയസ്സുള്ള ഹെന്നയ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാവുന്നതിൻ്റെ എത്രയോ അപ്പുറത്താണ് ഞാൻ. അപ്പം അതുപോലെ ആവാൻ പലർക്കും പറ്റട്ടെ, അതിന് പെപ്പൊരു നിമിത്താവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.